പ്രശസ്ത തെന്നിന്ത്യൻ സംഗീത സംവിധായകനും ഗായകനുമായ എം.എസ്. വിശ്വനാഥന് ജന്മനാടായ എലപ്പുള്ളിയിൽ സ്മാരകം പണിയാനുള്ള ശ്രമങ്ങൾ എവിടെയും എത്തിയില്ല. കുടുംബം സൗജന്യമായി സ്ഥലം നൽകിയിരുന്നു, സർക്കാർ അനുമതിയും നൽകി. എം.എൽ.എ. ഇടപെട്ട് യോഗം വിളിച്ചെങ്കിലും സ്മാരകം ഇപ്പോഴും കടലാസിൽ തന്നെയാണ്. സംഗീത ലോകത്ത് ഉയരങ്ങൾ കീഴടക്കിയ എം.എസിന് ജന്മനാട്ടിൽ സ്മാരകം പണിയണമെന്നത് ഇവിടെയുള്ളവരുടെ സ്വപ്നമാണ്. തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലായി 1000-ലധികം സിനിമകൾക്ക് എം.എസ്. വിശ്വനാഥൻ സംഗീതം പകർന്നിട്ടുണ്ട്. 1928 ജൂൺ 24-ന് ജനിച്ച എം.എസ്. 2015 ജൂലൈ 14-നാണ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. തമിഴ് മെല്ലിസൈ മന്നർ എന്ന് വിശേഷിപ്പിക്കുന്ന എം.എസിന് തമിഴ്നാട് സർക്കാർ തിരൈ ഇസൈ ചക്രവർത്തി പദവി നൽകി ആദരിച്ചിരുന്നു. ചെന്നൈയിലെ എം.എസിന്റെ വസതിയായ വിശ്വകീർത്തിയിലേക്കുള്ള ഡിമോണ്ട റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വന്തം നാട്ടിൽ അംഗീകാരം വൈകുകയാണ്. എം.എസ്. വിശ്വനാഥന്റെ കുടുംബം എലപ്പുള്ളി പേട്ടയിൽ 20 സെന്റ് സ്ഥലം സ്മാരകത്തിനായി വിട്ടുനൽകി. 2022-ലെ ബജറ്റിൽ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചു. 1 കോടി രൂപ ചിലവിൽ സ്മാരകവും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്ന പദ്ധതിയാണ് അനുവദിച്ചത്. പക്ഷേ തുടർ നടപടികളുണ്ടായില്ല. കഴിഞ്ഞ വർഷം എ. പ്രഭാകരൻ എം.എൽ.എ. ഇടപെട്ട് എത്രയും വേഗം സ്മാരകം യാഥാർത്ഥ്യമാക്കാൻ നടപടി ഉണ്ടാവണമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ നിരത്തി സ്മാരക നിർമ്മാണം വൈകിപ്പിക്കുന്ന സമീപനമാണ് സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തുനിന്നുമുണ്ടായത്. എലപ്പുള്ളി മനയങ്കത്ത് വീട്ടിൽ എം.എസ്. വിശ്വനാഥൻ അച്ഛന്റെ മരണശേഷം 4-ാം വയസ്സിൽ അമ്മയോടൊപ്പം തമിഴ്നാട്ടിലേക്ക് പോയതാണ്. പിന്നീട് സംഗീത ചക്രവർത്തിയായാണ് മടങ്ങിയത്. UTV ന്യൂസ്, പാലക്കാട്.